ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. നമ്മളന്ന് ആറ്റാശ്ശേരി പോയപ്പോൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ മാങ്ങ തന്നെയാണിത്. ഇപ്പോൾ കയ്യിൽ 4 ഉള്ള, ബാക്കിയുള്ളതൊക്കെ തിന്ന് തീർത്തു കേട്ടോ. ഈ നാട്ടുമാങ്ങ, നാടൻ മാങ്ങ, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും, പുളിമാങ്ങ എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു തരം മാങ്ങയാണ്, നല്ല മണമാണ്. പിന്നെ പച്ചയ്ക്ക് ഭയങ്കര പുളിയായിരിക്കും. നമുക്ക് ഈ കടുമാങ്ങ ഇടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിന് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിക്കളയല്ലേ ചെയ്യാറ്, ഇതേപോലെ ഓർന്നെടുക്കട്ടെ ചെയ്യാറുള്ളത്. അങ്ങനെ 4-5 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവിനാവശ്യം വേണ്ട പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരച്ച് ശർക്കരയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് എനിക്കിഷ്ടമാണ്, അതേപോലെ എൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാണ്. നമുക്ക് ഒഴിച്ച് കറി അല്ലാണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ തൊട്ടുകൂട്ടി തിന്നില്ലേ, അതിന് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ വിഷ്ണുവിന് വലിയ താല്പര്യമില്ല, മധുരമുള്ള കറി ആയതുകൊണ്ട് വിഷ്ണുവിന് വലിയ താല്പര്യമില്ല. അപ്പോഴേക്കും ഒരാൾ ഒരു തേങ്ങയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. തേങ്ങാ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങ പൊട്ടിക്കാത്ത എവിടെ കണ്ട അത് പെറുക്കിയെടുത്തിട്ട് വന്ന് അപ്പം ഒക്കെ പൊട്ടിച്ചിട്ട് തേങ്ങാ വെള്ളം എടുത്ത് കൊടുക്കണം. ഞാൻ അതിന് മധുരമില്ലെങ്കിൽ പിന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ടൊക്കെ വേണം കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ വേഗം അവൾക്ക് പൊട്ടിച്ചിട്ട് തേങ്ങാ വെള്ളം അരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിച്ചിട്ട് വേഗം പറഞ്ഞയച്ച, അല്ലെങ്കിൽ എന്നെ വീട്ടിലെടുക്കാനോ അടുക്കളയിൽ പണിയെടുക്കാനോ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോഴേക്ക് ശർക്കരയൊക്കെ ഉരുകിയിട്ട് ഒരുവിധമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ കുറുക്കിയ പരുവത്തിൽ, നമ്മളിങ്ങനെ തൊട്ട് കൂട്ടില്ല, ആ ഒരു പരുവത്തിലാട്ടോ ഇഷ്ടം. ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ആ വിധത്തിലാട്ടം ഉണ്ടാക്കിയെടുക്കണത്. അരപ്പിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങയും തൈരും ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ജീരകം ചേർക്കാട്ടെ, ഞാൻ ചേർക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഈ അരപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താളിക്കുള്ള പരിപാടിയായിരുന്നു. എണ്ണയും അതേപോലെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ശകലം ഉലുവയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാട്ടോ വറുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടാറാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം തന്നെ ഞാൻ ടേസ്റ്റ് നോക്കാൻ എടുത്തു കേട്ടോ. ഊതിയിട്ടും ഇതാക്കിയിട്ടൊക്കെയാണ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുണ്ട്. പിന്നെ മാങ്ങ തിന്നിട്ട് പിന്നെ മാങ്ങയുടെ അണ്ടിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ പഴുത്ത മാങ്ങ അതുപോലെ തിന്നു കഴിഞ്ഞാലും മാങ്ങയുടെ അണ്ടിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.